ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റഗ്രലില് നമുക്ക് ഫസ്റ്റ് ഓക്കെ മൾട്ടിപ്പിൾ ഇന്റഗ്രലിൽ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഇന്റഗ്രൽ ഓക്കെ അതിൽ ഫസ്റ്റ് നമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കർവുകൾ പഠിക്കാണ്ട്. ഏത് കർവുകൾ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സിസ്, ഇത് എക്സ് വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് വൈ ആക്സിസിൽ ഈ എക്സ് ആക്സിസിൽ വൈ ഈസിക്വൽ ടു 0 ആയിരിക്കും. അതിൽ ഇപ്പോഴത്തെ ആകുമ്പോൾ വൈ ഈസിക്വൽ ടു 1 ആയിരിക്കും. ഈ ലൈനിന്റെ ഇത് വൈ ഈസിക്വൽ ടു 2 ആയിരിക്കും, വൈ ഈസിക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, ഈ കർവ് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. സിമിലർലി എക്സ് വൈ ആക്സിസിൽ വൈ ആക്സിസിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും, അതേപോലെ എക്സിന്റെ വാല്യൂ 2, എക്സിന്റെ വാല്യൂ 3, ലൈക്ക് ദാറ്റ്. ഇങ്ങനെ അങ്ങനെ കോൺസ്റ്റന്റ് ആവും. അപ്പം വൈ ഈസിക്വൽ ടു എ വരെ പോകും, എത്ര വേണമെങ്കിലും പോവാം. സിമിലർലി ഇവിടെ വൈ ഈസിക്വൽ ടു എക്സ് ഈസിക്വൽ ടു എ വരെ പോകും. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ചോദിച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സിമിലർലി എക്സ് വൈ ആക്സിസിൽ വീണ്ടും എക്സ് വൈ ആക്സിസിൽ എക്സ് ഈസിക്വൽ ടു വൈ എന്ന് പറഞ്ഞ ഈ കർവാണ്. എക്സ് ഈസിക്വൽ ടു വൈ എന്ന് പറഞ്ഞ ഈ കർവാണ് കാണാൻ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടെങ്കിൽ ഈ കർവ് ദിസ് ഇസ് നോൺ ആസ് എക്സ് പ്ലസ് വൈ ഈസിക്വൽ ടു എ എന്നുള്ള കർവാണ്. അപ്പോൾ എക്ക് വരെ 1 2 3 4 ആവാം. അപ്പോൾ എക്സ് ഈസിക്വൽ ടു വൈ എന്നുള്ള കർവാണ് ആ കർവ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സിസ് എടുക്കുകയാണ്. എക്സ് വൈ ആക്സിസിൽ നമുക്ക് വൈ ഈസിക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈസിക്വൽ ടു എ എക്സ് സ്ക്വയർ, യു കർവിനെയാണ് വൈ ഈസിക്വൽ ടു എ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. വൈ ഈസിക്വൽ ടു എ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊരു കർവാണ്, ഇത് നമ്മൾ പഠിക്കണം. അതേപോലെ വൈ ഈസിക്വൽ ടു, അതായത് ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ ഈസിക്വൽ ടു എ വൈ എന്നും പറയാം. ഈ സാധനത്തിന് തന്നെയാണ് എക്സ് സ്ക്വയർ ഈസിക്വൽ ടു എ വൈ എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സിമിലർലി വൈ സ്ക്വയർ ഈസിക്വൽ ടു എ എക്സ് എന്ന് പറയുന്നത് ഈ കർവ്, സി കർവ്. ഓക്കെ, ഈ സി കർവിന് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് ഈ കർവ് സി പോലെ ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ പോസിറ്റീവ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നത്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ വൈ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എക്സ്. ഇത് യു കർവ് എന്ന് പറയും, സി കർവ് എന്ന് പറയും, പാരബോളിക് കർവാണ് അങ്ങനെ പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർവുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഇപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ, അതായത് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡി വൈ ഡി എക്സ് എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റും? ഡി എക്സ്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സിന് വരെ ഡി എക്സ് ഡി വൈ എന്ന് കൊടുക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ലിമിറ്റ് മാറും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ഇതിലുള്ളതിടാം. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓഫ്, ഇപ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഞാൻ ഒരു PDF അയച്ചു തരാം. 1.19 ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ. അതിന് അവർ തന്നിട്ടുള്ളത് ഇവിടെ y ടു എയും ഇവിടെ 0 ടു എയും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എന്താക്കണം? ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഡി എക്സ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഡി വൈ ഡി എക്സ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇതിന്റെ കർവ് വരയ്ക്കണം. ഈ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് വയ്ക്കാനുള്ളത്. അതവിടെ ഓർത്തിരിക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഡി വൈ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് വയ്ക്കണം ഇങ്ങനെ. അത് എന്താണ് പറഞ്ഞത്? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടം വരയ്ക്കാൻ പോകാൻ. അപ്പൊ ഇതെന്താണ്? എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ ഇത് നോക്കുക, നമുക്ക് ഇതില് ഇവിടെ നോക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു കളർ വെച്ച് പറഞ്ഞുതരാം. അതായത് ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിയാൽ ഈ എക്സിന്റെ വാല്യൂ നോക്കിയാൽ എക്സിന്റെ ആദ്യം നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് എടുക്കുക. ഡി എക്സ് ടു എക്സ് ഈസ് ഈക്വൾ ടു എന്താണ് ഫോർമുല? എക്സ് ഈസ് ഈക്വൾ ടു
വൈ ടു എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. സിമിലർലി വൈയുടെ വാല്യൂ എത്രയാണ്? ഇതാണ് ഈ ഏറ്റവും അവസാനം കിടക്കുന്ന വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ടു വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ വൈയുടെ വാല്യൂ എത്രയാണ്? എ ആണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്, അതായത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗ്രാഫിൽ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ് ഈസിക്കൽ ടു വൈ. അപ്പൊ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഈസിക്കൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഈ കർവാണ്. ആദ്യം ഇത് വരയ്ക്കുക. സിമിലർലി എക്സ് ഈസിക്കൽ ടു എ, നമ്മൾ ആൾറെഡി നമ്മൾ പറഞ്ഞു എക്സ് ഈസിക്കൽ ടു വൈ, എക്സ് ഈസിക്കൽ ടു എ ഒക്കെ ഈ കർവാണ്. എക്സ് ഈസിക്കൽ ടു വൈ കർവാണ്, എക്സ് ഈസിക്കൽ ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് ഈ കർവ് അല്ലേ. അപ്പൊ എക്സ് ഈസിക്കൽ ടു എ ഞാൻ മാർക്ക് ചെയ്യണം. ഇതേപോലെ വൈ ഈസിക്കൽ ടു എ ആണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും, ഇതിങ്ങനെ മാർക്ക് ചെയ്യും. എക്സ് ഈസിക്കൽ ടു എ, ഇത് എക്സ് ഈസിക്കൽ ടു വൈ. ഓക്കെ, അപ്പൊ അതത്രയും നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എക്സ് ഈസിക്കൽ ടു വൈ, അടുത്ത എക്സ് ഈസിക്കൽ ടു എ ആകുമ്പോൾ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യാം, വൈ എക്സ് ഈസിക്കൽ ടു എ. ഓക്കെ, അപ്പൊ ഇതാ ഈ എക്സ് ഈസിക്കൽ ടു വൈ കർവായി, എക്സ് ഈസിക്കൽ ടു എ കർവായി. ഇനി അടുത്ത അപ്പം തന്നേക്കുന്ന അനുസരിച്ച് മാർക്ക് എക്സ് ഈസിക്കൽ ടു വൈ ആയി, എക്സ് ഈസിക്കൽ ടു എ ആയി. ഇനി വൈ ഈസിക്കൽ ടു 0. വൈ ഈസിക്കൽ ടു 0 ആകുമ്പോൾ എക്സ് ആക്സിലാണ് വൈ ഈസിക്കൽ ടു 0 ഇവിടെ, വൈ ഈസിക്കൽ ടു 0. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വൈ ഈസിക്കൽ ടു എ. അപ്പൊ വൈ ഈസിക്കൽ ടു എ എന്താ ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ലൈന് പോകുന്ന ലൈനാണ് നമ്മുടെ ഈ റീജിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സാധനം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ റീജിയൻ, ഈ റീജിയൻ, ഈ റീജിയൻ എല്ലാം കൂടി കടന്നു പോകുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ റീജിയനാണ്. ശരിയല്ലേ? ഈ റീജിയനിൽ നമുക്ക് എക്സ് ഈക്വൽ ടു 0 തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ റീജിയനാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? ഈ ഒരു റീജിയനാണ് എല്ലാ പോയിന്റ്സും കടന്നു പോകുന്ന റീജിയൻ, സർഫസ് ഏരിയയാണ് ഇത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ആണ് നമ്മൾ വെക്കേണ്ടതാണ്. ഡി വൈ ഡി എക്സ് ആണ് വെക്കുന്നത്. ഡി വൈ ഡി എക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡി വൈ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് വയ്ക്കും. വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു സംഭവം വയ്ക്കും. ഓക്കെ, വെച്ച ശേഷം നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ എഴുതാൻ പോവുകയാണ്. അതായത് നോക്കിയോ, ഇമ്പോർട്ടന്റ് ആണ് വൈയുടെ വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഈസിക്കൽ ടു ആണ് ആദ്യം എഴുതി. ഇവിടെ ഏതാണ് ആദ്യം എഴുതാനുള്ളത്? വൈന്റെ ഇന്റഗ്രേഷൻ. വൈ ഇന്റഗ്രേഷൻ നമ്മൾ ഇത് ഇവിടെ എഴുതും, ഇവിടെ എഴുതും. വൈയുടെ വാല്യൂ ഇവിടെ എഴുതും. അപ്പൊ വൈയുടെ വാല്യൂ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? ഈ സ്ട്രിപ്പിന്റെ സ്റ്റാർട്ട്, നമുക്ക് സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതും എൻഡിങ് പോയിന്റ് ഇതുമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? വൈയുടെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മളിവിടെ 0 സ്റ്റാർട്ട് എഴുതി. ഇനി ഇവിടെ വൈയുടെ വാല്യൂ ഈ കർവിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്. എക്സ് ഈസിക്കൽ വൈ അല്ലേ? എക്സ് ഈസിക്കൽ വൈ ആണ്. അപ്പൊ വൈ ഈസിക്കൽ എക്സ്, രണ്ടും ഒന്നേയാണ്. ഓക്കെ, അല്ല നമ്മൾ എഴുതുമ്പോ 0 ടു എക്സ് അങ്ങനെ എഴുതുള്ളൂ. 0 ടു എക്സ് എന്ന് എഴുതിയാൽ മതി. അതായത് ഇവിടെ എക്സിന് വൈയുടെ വാല്യൂ എത്ര, അതാണ് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്സിന്റെ വാല്യൂ. നേരെ തന്നെ അടുത്ത എക്സിന്റെ വാല്യൂ ആണ് എഴുതാൻ പോണത്. എക്സിന്റെ വാല്യൂ ഇവിടെയും എക്സിന്റെ വാല്യൂ ഇവിടെ എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നീക്കും. സ്ട്രിപ്പിന് എപ്പോഴും ഇങ്ങോട്ട് നീക്കും. അതായത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ് ഇങ്ങനെ നീക്കുക. അപ്പൊ ഈ എൻഡ് പോയിന്റിൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ 0 കൊടുത്തു. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? എ. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, എത്രയേ ഉള്ളൂ. ഇന്റഗ്രേഷൻ നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് എങ്ങനെ ചെയ്യും? ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓഫ്, എന്താണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത് 0 ടു എക്സും പിന്നെ എന്താണ് 0 ടു എയും ആണ് ഉള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതായത് ഒരു കോൺസ്റ്റന്റ്, ആദ്യം ഡി വൈ ആണ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് എക്സ് സ്ക്വയർ. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് എ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആണ് വരണമെങ്കിൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഇത് നമ്മൾ കാണാൻ പഠിക്കാനുള്ള ഇക്വേഷനാണ്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ, ഇപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? എക്സും വൈയുടെ സ്ഥാനത്ത് ബി. അതായത് ഇത് ഡി എക്സ്. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ കാണാൻ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഞാൻ അയച്ചെന്ന ഫോർമുലയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 0 ടു എ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എക്സ് ആണ് കോൺസ്റ്റന്റ്. അപ്പം 1/x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് പറയണത്? എക്സ് ബൈ എ, അതായത് വൈ ബൈ എക്സ് ആസ് പെർ ദ ഫോർമുല ഇൻറ്റു 0 ടു എക്സ്
0 to x. ഓക്കെ, ഇവിടെ ആൾറെഡി ഒരു എക്സ് ഉണ്ട്, അത് ഞാൻ വെളിയിൽ ഇറക്കിയായിരിക്കണം. ഈ എക്സ് ഇല്ലാതെയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. 1/a² + a² എന്നുള്ള ഫോമുല. ഇപ്പോൾ ഇവിടെ a/a² എന്ന് പറഞ്ഞാൽ tan x/a എന്നാണ് പറഞ്ഞേക്കുന്നത്. a/a² ഫോമുല ഇവിടെ a² ഇല്ല, a/a² +a². അപ്പൊ ഇൻറ്റു 0 to x ചെയ്യുന്നു, ഇൻറ്റു ഡി എക്സ്. ഇതിന്റെ ആൻസറിന് ഡി എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ എക്സും ഈ എക്സും ക്യാൻസൽ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 0 to a tan ഇൻവേഴ്സ് ഓഫ് അപ്പർ ലിമിറ്റ്. tan ഇൻവേഴ്സ് ഓഫ് അപ്പർ ലിമിറ്റ് എത്രയാണ്? എക്സ് ആണ്. x/x അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് tan ഇൻവേഴ്സ് ഓഫ് 0. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 0 to a tan ഇൻവേഴ്സ് ഓഫ് 1. എന്താ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ? tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ π/4 ആണ്, 45. ഓക്കെ, അപ്പൊ π/4 മൈനസ് tan ഇൻവേഴ്സ് ഓഫ് 0 എന്താണ്? sin/cos. sin 0/cos 0 1, അപ്പൊ 0 വരും, ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് കിട്ടാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ് 0 to a ഇന്റഗ്രൽ ഓഫ് π/4 ഞാൻ വെളിയെടുക്കുന്നു, ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് കിട്ടും. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്താണ്? അതായത് π/4 ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, 0 to a. ഓക്കെ, അതായത് π/4 ഇൻറ്റു അപ്പർ ലിമിറ്റ് എത്രയാണ്? a, ലോവർ ലിമിറ്റ് 0, അതായത് π/4. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, ഇത് ഒന്നുകൂടെ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓഫ് e⁻−y ഡിവൈഡഡ് ബൈ y ഇൻറ്റു dy/dx. ഇതാണ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പം തന്നിങ്ങനെ x to ഇൻഫിനിറ്റി, അതേപോലെ 0 to ഇൻഫിനിറ്റി. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഇതേ സെയിം തന്നെ e⁻−y/y ഇൻറ്റു dy/dx എന്താണ്? dx dy ആക്കി മാറ്റുക. അപ്പോൾ നമ്മൾ പടം വരയ്ക്കാം ഫസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഇതിന്റെ വാല്യൂസ് എടുത്ത് എഴുതാം. ഇതിന്റെ വൈയുടെ വാല്യൂ എത്രയാണ്? y എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം പടം വരയ്ക്കാം. ഇത് x ആക്സിസ്, y ആക്സിസ്. ഓക്കെ, അപ്പൊ അവർ തന്നേൽ എന്താണ്? വൈയുടെ വാല്യൂ y x2. ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. സിമിലർലി എക്സിന്റെ വാല്യൂ എത്രയാണ്? 0 to എക്സിന്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. x 0 to x =. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഗ്രാഫിൽ വരയ്ക്കാം. അപ്പം ആദ്യം y x. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഇതാണ് y xന്റെ കർവ്. y x. അതായത് y ഇൻഫിനിറ്റി. നമുക്കറിയാം y 0 എന്ന് പറഞ്ഞാൽ x ആക്സിൽ ഇവിടെയാണ് 0, ശരിയല്ലേ? y 1, y 2, നമുക്ക് y ഇൻഫിനിറ്റി ഇതാ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി x 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇവിടെ വരും, x 0. ഇവിടെ x ഇൻഫിനിറ്റി എന്താ ഇങ്ങനെ വരും, ഈ പോയിന്റിൽ. അപ്പൊ എല്ലാം കൂടി കവർ ചെയ്യുന്ന റീജിയൻ ഏതാണ്? ഈ റീജിയൻ ആണ്, ശരിയല്ലേ? ഏതാണ്? ഈ റീജിയനിൽ എല്ലാം കൂടെ കവർ ചെയ്യുന്ന റീജിയൻ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് സ്ട്രിപ്പ് വയ്ക്കും? dx dy ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വയ്ക്കും. വെച്ച ശേഷം ഇവിടെ ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ ഞാൻ കൊടുക്കാൻ പോവാണ്. എക്സിന്റെ വാല്യൂ എത്ര? എക്സിന്റെ വാല്യൂ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര? ഇപ്പൊ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയും എൻഡിങ് പോയിന്റ് ഇവിടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ എത്രയാണ്? എക്സിന്റെ വാല്യൂ 0. അപ്പൊ ഞാൻ ഇവിടെ 0 എഴുതി. അടുത്ത എൻഡിങ് വാല്യൂ, ഈ കർവിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? y x അല്ലേ? എക്സിന്റെ വാല്യൂ എന്താണ്? y. ഇനി അപ്പൊ അതായി. ഇനി അടുത്തത് വൈയുടെ വാല്യൂ നോക്കാം. വൈയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ y ഇങ്ങോട്ട് നീക്കണം. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് വൈയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0. ഇനി മാക്സിമം വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ ഫോർമുല. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റഗ്രൽ ഓഫ്, അപ്പൊ അതിന്റെ ഇന്റഗ്രേഷൻ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഡബിൾ ഇന്റഗ്രൽ ഓഫ് e⁻−y ഡിവൈഡഡ് ബൈ y ഇൻറ്റു എന്താണ് ഫോർമുല? dx dy ആണ് ചെയ്യാനുള്ളത്. അപ്പം ഇതെന്താണ്? 0 to y 0 to ഇൻഫിനിറ്റി, 0 to y 0 to ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? ഇപ്പൊ ഇത് ആദ്യം എക്സിനാണ് ചെയ്യണം, അപ്പൊ എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 0 to ഇൻഫിനിറ്റി e⁻−y/y കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഓഫ് dx എന്താണ്? എക്സ്. ഈ ഇന്റഗ്രേഷൻ ഓഫ് dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്, 0 to y. എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്റഗ്രൽ ഓഫ് 0 to ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. അപ്പൊ e⁻−y/y കോൺസ്റ്റന്റ്, അപ്പർ ലിമിറ്റ് y മൈനസ് ലോവർ ലിമിറ്റ് 0 ഇൻറ്റു dy.
ഓക്കെ. ഉം. അതായത് ഇന്റഗ്രൽ ഓഫ് 0 to ഇൻഫിനിറ്റി നമുക്ക് e പവർ മൈനസ് വൈ, ഇവിടത്തെ വൈയും y മൈനസ് 0 എന്താണ്, y അല്ലേ, y എന്ന് കിട്ടും അല്ലേ. ഈ വൈയും ഇവിടത്തെ വൈയും ക്യാൻസൽ ആവും. അപ്പൊ e പവർ മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടും. ഓക്കെ. ഇനി വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ ഓഫ് e പവർ മൈനസ് വൈ എന്നാണ്, e പവർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ -1 0 to ഇൻഫിനിറ്റി. ഓക്കെ. അതായത് ഇനിയിപ്പം നമുക്ക് -1 വെളിയെടുക്കാം. എന്നിട്ട് എന്താ, അപ്പർ ലിമിറ്റ് എത്രയാണ്, e പവർ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്, 0. അപ്പം അപ്പർ ലിമിറ്റ് e പവർ മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. e പവർ 0ന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. ഇത് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ e പവർ -1 ഇൻറ്റു e പവർ മൈനസ് ഇൻഫിനിറ്റി എന്താണ്, 0 മൈനസ് e പവർ 0 എന്താണ്, 1. e പവർ 0 1 ആണ്. അപ്പൊ -1 മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ. ഇങ്ങനെയാണ് ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ പറയട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ഓക്കെ. ഡി വൈ ഡി എക്സ് ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ എന്താണ്, എക്സ് കൊടുക്കണം, ഇവിടെ എന്ത് കൊടുക്കണം, 1 കൊടുക്കണം, ഇവിടെ 0 കൊടുക്കണം, 1 കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഡബിൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ ആക്കി മാറ്റുക, ഹൊറിസോണ്ടലാക്കി മാറ്റുക. അപ്പൊ ആദ്യം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ ആദ്യം തന്നിരിക്കണമെന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ y ഈസ് ഈക്വൽ ടു എക്സ് ടു y ഈസ് ഈക്വൽ ടു എത്രയാണ്, 1. സിമിലർലി എക്സിന്റെ വാല്യൂ x ഈസ് ഈക്വൽ എത്രയാണ്, 0 ടു x ഈസ് ഈക്വൽ ടു 1. x ഈസ് ഈക്വൽ ടു 0 ടു x ഈസ് ഈക്വൽ. അപ്പൊ ഇതെത്ര ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. y ഈസ് ഈക്വൽ x ആകുമ്പോൾ ഇങ്ങനെ ഒരു കർവ് വരും അല്ലേ. y ഈസ് ഈക്വൽ ടു x ടു y ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. x ആക്സിലാണ് y ഈസ് ഈക്വൽ ടു 0 ഇവിടെ വരും. അപ്പൊ ഞാൻ y ഈസ് ഈക്വൽ ടു 1 ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തു, y ഈസ് ഈക്വൽ ടു 1. അടുത്ത x ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ വരും. x ഈസ് ഈക്വൽ ടു 0 ടു x ഈസ് ഈക്വൽ ടു 1 ഇതിന്റെ കൂടെ പാസ് ചെയ്തു. അപ്പൊ ഞാൻ ഡബിൾ ആയിട്ട് വരച്ചേക്കുന്നതാണ് നമ്മുടെ റീജിയൻ. ഇപ്പൊ ഏതാണ്, ഇതാണ് റീജിയൻ, ശരിയല്ലേ. അപ്പൊ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു. ഇവിടെ ഈ y ഈസ് ഈക്വൽ ടു 0 തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ റീജിയൻ എടുക്കാത്തത്. അപ്പൊ ഈ റീജിയൻ എടുത്ത് ഇനി നമുക്ക് സ്ട്രിപ്പ് കൊടുക്കാം. ഈ സ്ട്രിപ്പിന്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്, എക്സിന്റെ വാല്യൂ 0, ശരിയല്ലേ. ഈ എൻഡ് വാല്യൂ എത്രയാണ്, x ഈസ് ഈക്വൽ ടു y. അപ്പൊ y. സിമിലർലി സ്ട്രിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്, വൈയുടെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0 ടു ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ്, 1. അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 0 ടു y 0 ടു 1 ഇന്റഗ്രൽ ഓഫ് 0 ടു y എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി എക്സ് ഡി വൈ. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഇന്റഗ്രേഷൻ കാണാൻ പഠിച്ചോണം. അതായത് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ ആണ് മുകളിൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡി എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ 2x ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഇതിന്റെ ഡിഫറൻഷിയേഷൻ ആണ് മുകളിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്, 2x, അതാണ് മുകളിലെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചു വെച്ചോണം. ഓക്കെ. അപ്പൊ ഇതിലെടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ ഇവിടെ ഒരു 2 കുറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 ആഡ് ചെയ്തിട്ട് ഒരു 2 ഡിവൈഡ് ചെയ്തു. അപ്പൊ 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 ടു 1 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നിട്ട് ഡി വൈ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതായിട്ട് വരുന്നത്. അപ്പം നമ്മളടുത്ത് എന്ത് ചെയ്യും, ഇതിനെ തീർന്നില്ല, ഇതിനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. 0 ടു y, അതായത് ഇന്റഗ്രൽ ഓഫ് 0 ടു 1 ഇത് ഹാഫ് ആണ്. ലോഗ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന്റെ സ്ഥാനത്ത് y കൊടുക്കണം. അപ്പം ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്ര, 2y സ്ക്വയർ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ലോഗ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ. 0 കൊടുക്കുമ്പോൾ ലോഗ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ. അത് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് y കൊടുക്കും. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ്, 2y സ്ക്വയർ. അതേപോലെ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കും. 0 കൊടുക്കുമ്പോൾ എന്നാൽ ലോഗ് വൈ സ്ക്വയർ എന്ന് കിട്ടും, ഡി വൈ എന്ന് കിട്ടും. അത് ഇതിന്റെ ആൻസറിന് ഡി വൈ കൊണ്ട് ചെയ്യുക.
അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഹാഫ് ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി ആണ് ഫോർമുല. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുകയാണെങ്കിൽ ലോഗ് എ ബൈ ബി ഇതാണ് ഫോർമുല. അതായത് ഇവിടെ ലോഗ് 2y² മൈനസ് y². അപ്പൊ ലോഗ് 2y² ഡിവൈഡഡ് ബൈ y². ഓക്കെ, ചെയ്യുമ്പോൾ ഈ y² ക്യാൻസൽ ആവും. ഇന്റഗ്രൽ ഓഫ് 0 to 1 ഒരു ഡി വൈ ഇവിടെ വരും. അപ്പൊ ഇതിനെ ലോഗ് 2നെ ഞാൻ വെളിയിൽ എടുക്കുകയാണ്. അതായത് ലോഗ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to 1 ഡി വൈ. ഓക്കെ, അതായത് ലോഗ് 2 ഡിവൈഡഡ് ബൈ 2 ഇനി ഇന്റഗ്രൽ ഓഫ് ഡി വൈ എന്താണ്? y ആണ്. y 0 to 1 കൊടുക്കും. 1 മൈനസ് 0 എന്താണ്? 1 എന്നായിട്ട് വരും. അപ്പൊ ആൻസർ എന്താണ്? ഹാഫ് ഇൻറ്റു ലോഗ് 2 ആണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ മതിയോ അപ്പം? ഓ, ഞാൻ നോക്കിയിട്ട് ബാക്കി നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ.